ഹലോ ഡിയേഴ്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ നമുക്ക് ഹൗസ് വാമിങ്ങിന് കിട്ടിയ ഗിഫ്റ്റുകളുടെ അൺബോക്സിംഗ് ആണ് കേട്ടോ. ഇതൊരുപാട് മുൻപ് എടുത്തു വെച്ചതാണ്. ജനുവരി 24-നായിരുന്നു നമ്മുടെ ഹൗസ് വാമിങ്. അപ്പോൾ 25-ാം തീയതി ഞാൻ എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഇപ്പോൾ ഇത്രയും ലേറ്റായിട്ടാണ് പോസ്റ്റ് ചെയ്യണത്. അപ്പം ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, ഒരു വീടായത് തന്നെ വലിയ ഭാഗ്യമായിട്ടാണ് കരുതണത് കേട്ടോ. അപ്പം ഇങ്ങനൊരു ഇതിൽ എന്താ പറയുക, ഭയങ്കര സന്തോഷവും എക്സൈറ്റ്മെൻറ്റും ഒക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഒരുപാട് ഗിഫ്റ്റുകളുണ്ട്. നമ്മൾ അധികം ചെറുതായിട്ടാണ് ഹൗസ് വാമിംഗ് ഒക്കെ നടത്തിയത്. അപ്പോൾ എല്ലാവരും ഉണ്ട് കേട്ടോ. അച്ഛനും അമ്മയും മകളീത്ത അമ്മയും എല്ലാവരും ഉണ്ട്. അടുത്ത വീട്ടിലെ കുട്ടികളും എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞ് പിറ്റേ ദിവസം ആയപ്പോൾ തൊട്ട് പൊന്നു പറയണം, അമ്മ പൊട്ടിക്കാം എന്നിട്ടോ. അത്രയും സന്തോഷമാണ്. എങ്ങനെയാണ് പറയുക, ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആ കൊറോണ സമയത്ത് നമ്മൾ ഇതിനു മുമ്പ് ഞാനിട്ട വീഡിയോയിൽ ആ വീട്ടിലായിരുന്നു താമസം കേട്ടോ. അപ്പോൾ ആ വീട്ടിൻ്റെ ഉള്ളിൽ ഞാൻ ഒറ്റയ്ക്കായിരുന്നു ക്വാറൻറ്റൈനിൽ കഴിഞ്ഞിരുന്നത് കേട്ടോ. അപ്പോഴാണ് എനിക്ക് ശരിക്കും ഒരു മുറിയെങ്കിലും അറ്റാച്ച്ഡ് ബാത്റൂമുള്ളൊരു മുറിയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കേണ്ടി വരില്ലായിരുന്നല്ലോ എന്നൊക്കെ തോന്നിയത് കേട്ടോ. അത് കഴിഞ്ഞിപ്പോൾ ദൈവാനുഗ്രഹം കൊണ്ട് നമുക്കൊരു വീടായി. അപ്പോൾ എന്താ പറയുക, ഏറ്റവും സന്തോഷമായിട്ടുള്ള നിമിഷമാണ് ഈ ഗിഫ്റ്റ് പൊട്ടിക്കുക പറയണത് കേട്ടോ. പൊന്നൂന് ഏറ്റവും സന്തോഷം, എല്ലാവർക്കും അതുപോലെ തന്നെ കേട്ടോ. അപ്പോൾ എൻ്റെ അമ്മായിക്കൊക്കെ വരണമെന്നുണ്ടായിരുന്നു. അമ്മായി മാമനെ കൊണ്ട് ഹോസ്പിറ്റലിലൊക്കെ പോയതുകൊണ്ട് വരാൻ പറ്റിയില്ല. ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നോക്കി, പക്ഷെ അമ്മായി 2-3 ദിവസം ആവുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി പൊട്ടിക്കാൻ തീരുമാനിച്ചു. ആദ്യം തന്നെ ഞങ്ങൾ തിന്നായിട്ടുള്ള ഈ ഫോട്ടോ ഫ്രെയിംസ് പോലത്തെ ഗിഫ്റ്റുകളാണ് പൊട്ടിച്ചത് കേട്ടോ. ഒരുപാട് ഫോട്ടോ ഫ്രെയിംസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. എല്ലാം നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു. നമുക്ക് സ്നേഹത്തോടെ എല്ലാവരും പ്രസൻറ്റ് തന്നതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളത് നോട്ട്ബുക്കിലൊക്കെ കുറിച്ച് വെക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഈ കഥകളിയുടെ രൂപം നല്ല രസമുണ്ട്. ചില്ലിൻ്റെ ഒക്കെ വർക്ക് ചെയ്താണ്. അതുപോലെ ഒരുപാട് ഫോട്ടോ ഫ്രെയിംസ് ഉണ്ടായിരുന്നു കേട്ടോ, നല്ല ഭംഗിയുള്ളത്. അപ്പോൾ അതൊക്കെ എവിടെയൊക്കെ വെക്കണം എന്നുള്ളത് ഞങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോഴും വെച്ചിട്ടില്ല കേട്ടോ. ഇപ്പോഴും അതൊക്കെ എടുത്ത് വെച്ചിരിക്കുകയാണ്. കുറച്ചൊക്കെ ഇനി കുറേശ്ശെ വേണം ചെയ്യാനായിട്ട്. നമ്മൾ കുറച്ച് സമയം കിട്ടുള്ളൂ. ജോലിക്ക് പോകുന്നതുകൊണ്ട് ലീവൊന്നും ഇല്ലാത്തതുകൊണ്ട് ആ കിട്ടുന്ന സമയത്തൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ളൂ കേട്ടോ. അപ്പോൾ പരമാവധി സാധനങ്ങൾ ഞങ്ങൾ കയറ്റി വെച്ചിരിക്കുക മേലെ. അപ്പം കണ്ടെയ്നർ ബോക്സ് വൈറ്റ് കളർ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ, നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ അതുപോലെ ഫാനുകൾ എൻ്റെ ഒരു ഫ്രണ്ട്, പിന്നെ നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ളവർ, അങ്ങനെ കുറേ പേര് ഫാനൊക്കെ തന്നു. നമ്മൾ ഫാനൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. നല്ല ഫാനുകളായിരുന്നു കേട്ടോ എല്ലാതും. പിന്നെ ദോശത്തവ, അതുപോലെ കുക്കർ ഉണ്ടായിരുന്നില്ല, മറ്റേ ഉണ്ണിയപ്പച്ചട്ടി, പിന്നെന്താണ് ഇഡ്ഡലി കുക്കർ, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ. അയൺ ബോക്സ്, എനിക്ക് അയൺ ബോക്സേ ഉണ്ടായിരുന്നില്ല, ഞാൻ അയൺ ചെയ്യാറേ ഉണ്ടായിരുന്നില്ല കേട്ടോ എനിക്ക് അയൺ ബോക്സ്. പിന്നെ അതുപോലെ കുറേ ഗിഫ്റ്റുകൾ കേട്ടോ. പിന്നെ നമ്മുടെ റിലേറ്റീവ്സ് തന്ന സാധനങ്ങൾ, അതൊക്കെ ഫർണിച്ചർ സാധനങ്ങളായിരുന്നു. പിന്നെ ക്ലോക്കുകൾ, പൊന്നൂൻ്റെ ടീച്ചേഴ്സ് തന്ന ക്ലോക്ക് നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ വേറൊരു ഗിഫ്റ്റ് കൂടി ഇതുപോലെ ഗണപതിയുടെ ക്ലോക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ക്ലോക്ക് കിട്ടിയതൊക്കെ അവിടെ എവിടെയൊക്കെ ആയിട്ട് വെച്ചു. പിന്നെ കുറച്ച് 1-2 അമ്മയ്ക്ക് കൊടുത്തു വിട്ടു, അങ്ങനെയൊക്കെ ചെയ്തു. അതുപോലെ പിന്നെ സ്റ്റീലിൻ്റെ പാത്രങ്ങൾ ഇഷ്ടംപോലെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. സ്റ്റീലിൻ്റെ പാത്രങ്ങളൊക്കെ നമുക്ക് കുറവായിരുന്നു. അവിടെ ആ വീട്ടിലായിരിക്കുമ്പോൾ നമുക്ക് ഒട്ടും സ്ഥലം ഉണ്ടായിരുന്നില്ല, എല്ലാം കൂടി വെക്കാനുള്ള സ്ഥലമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു സാധനങ്ങളും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം പാത്രങ്ങളൊക്കെ കുറേ കിട്ടി. പിന്നെ നമുക്ക് വീട് പണി കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കാനും പറ്റില്ലല്ലോ, അപ്പോൾ ബുദ്ധിമുട്ടിലായിരിക്കുമല്ലോ. അപ്പോൾ ഇങ്ങനത്തെ പാത്രങ്ങളൊക്കെ നമുക്ക് ആവശ്യമുള്ളതൊക്കെ ഗിഫ്റ്റിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഓരോന്ന് തുറക്കുമ്പോൾ ഇല്ലാത്ത സാധനങ്ങൾ ഇങ്ങനെ കാണുമ്പോൾ സന്തോഷമായിരുന്നു കേട്ടോ. ഞങ്ങൾ അണ്ടാവിൽ വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതുപോലെ സെർവ് ചെയ്യണം, നമുക്ക് എന്തെങ്കിലും കുറേ ആൾക്കാരൊക്കെ വരുമ്പോൾ ഭക്ഷണമൊക്കെ സെർവ് ചെയ്യണ പോലത്തെ പാത്രങ്ങളും, പിന്നെ ഉരുളിയൊക്കെ എൻ്റെ ആൻറ്റി തന്നാണ്. പിന്നെ അതുപോലെ കുറേ പാത്രങ്ങൾ ഇഷ്ടംപോലെ, ഗ്ലാസ് ജാറുകൾ, അതുപോലെ കോക്കറി ഐറ്റംസ്, ഹാർഡ് ബോക്സ്, പ്ലേറ്റ്സ്, പിന്നെ അങ്ങനത്തെ കെറ്റിൽ എനിക്ക് ഓൾറെഡി ഒന്നും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അതും 2 കെറ്റിലായി. അപ്പോൾ അങ്ങനത്തെ എല്ലാ സാധനങ്ങളും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാം എൻ്റെ ഫേവറേറ്റാണ്. എല്ലാതും എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, നല്ലോണം ഇഷ്ടമായി. അപ്പോൾ ഞങ്ങളിനി ഓരോന്നും എവിടേക്കാണ് വെക്കേണ്ടതെന്നൊക്കെ തീരുമാനിച്ചിട്ട് വേണം വെക്കാനായിട്ട്. അങ്ങനെ നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കേണ്ട പാത്രങ്ങൾ മാത്രം പുറത്തെടുത്ത് വെച്ചിട്ട് ബാക്കിയുള്ളതൊക്കെ സേഫായിട്ട് നമ്മൾ എടുത്ത് വെക്കുകയാണ് ചെയ്തത് കേട്ടോ. അല്ലെങ്കിൽ എല്ലാം കൂടി യൂസ് ചെയ്ത് നമുക്കത് കേടുവന്ന് പോവില്ലേ. അപ്പോൾ അതുകൊണ്ട് ഓരോന്ന് യൂസ് ചെയ്ത് നമുക്ക് ആവശ്യം വരുമ്പോൾ മാത്രം എടുക്കുന്ന പോലെ വെക്കുകയാണ് ചെയ്തത് കേട്ടോ. ഫോട്ടോ ഫ്രെയിംസൊക്കെ പരമാവധി എല്ലാ സ്ഥലത്തും നമ്മൾ ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പാത്രങ്ങളൊക്കെയാണ് നമ്മൾ കൂടുതലും എടുത്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യണേ.